ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും തനിഷിക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഗോതമ്പ് പൊടിയും പഴവും വെച്ചിട്ട് തയ്യാറാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. രാവിലത്തെ തിരക്കിലൊക്കെ ആണെങ്കിൽ കറിയൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന, കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 3 കദളിപ്പഴം എടുത്തിട്ടുണ്ട്. 1 കപ്പ് ഗോതമ്പ് പൊടിയുടെ അളവിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഇതിനായിട്ട് നമുക്ക് റോബസ്റ്റ് പഴം എടുക്കാവുന്നതാണ്. ആദ്യം തന്നെ കദളിപ്പഴം നല്ലതുപോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കാം. ഒരു ഫോർക്കോ അല്ലെങ്കിൽ മാഷറോ യൂസ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പഴത്തിൻ്റെ മധുരമൊക്കെ അനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഴത്തിന് നല്ല മധുരം ഉണ്ടെന്നാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/4 കപ്പ് അളവിൽ ചിരകിയ തേങ്ങയാണ്. തേങ്ങ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യമില്ല എന്നാണെങ്കിൽ തേങ്ങ ഒഴിവാക്കാവുന്നതാണ്. തേങ്ങ ചേർത്ത ശേഷം ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം നമ്മുടെ ഗോതമ്പ് പൊടിയൊക്കെ യൂസ് ചെയ്തിട്ടുള്ള പാൻ കേക്ക് പോലെയാണ്. എന്നാലും പാൻ കേക്ക് ഉണ്ടാക്കുന്ന അത്ര ടൈമൊന്നും ഇതിനെടുക്കില്ല. ഇനി ഇതിലേക്ക് 1 നുള്ളു ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് കുഴച്ചെടുക്കണം. ഇതധികം തിക്കായിട്ടല്ല കുഴച്ചെടുക്കുന്നത്, അല്പം ലൂസായിട്ടുള്ളൊരു ബാറ്ററായിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് കണ്ടല്ലോ, ഇതുപോലെയാണ് നമുക്ക് ബാറ്റർ വേണ്ടത്. അധികം തിക്കായിരിക്കാനും പാടില്ല, എന്നാൽ അധികം ലൂസായിരിക്കാനും പാടില്ല. ഇനി നമുക്ക് അപ്പം ചുട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഇരുമ്പിൻ്റെ ദോശക്കല്ലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് അല്പം നെയ്യ് തടവി കൊടുക്കുന്നുണ്ട്. നെയ്ക്ക് പകരം ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. നെയ്യാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇതിപ്പോൾ കല്ല് കുറച്ചൊന്ന് ചൂടായിപ്പോയി, അപ്പോൾ ഇത്ര ചൂടാവാൻ പാടില്ല. അതിന് മുന്നേ തന്നെ നമുക്കിതിലോട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. കാരണം നമ്മളിതിൽ പഞ്ചസാരയൊക്കെ ചേർത്തത് കാരണം ഇത് കരിഞ്ഞു പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കല്ലധികം ചൂടാവുന്നതിനേക്കാളും മുന്നേ നമ്മളിതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് കണ്ടല്ലോ, തിന്നായിട്ടാണ് ഞാനിവിടെ പരത്തിയെടുക്കുന്നത്. ഇങ്ങനെ തിന്നായിട്ട് ചുട്ടെടുക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. തിക്കായിട്ട് വേണമെങ്കിൽ തിക്കായിട്ടും ചുട്ടെടുക്കാം. തിന്നായിട്ടാകുമ്പോൾ നല്ല സോഫ്റ്റും ഉണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ടാവും കഴിക്കാനായിട്ട്. ഇനി നമ്മളിത് ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചുട്ടെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ പഞ്ചസാരയും പഴമൊക്കെ ചേർത്തത് കാരണം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇത് ഞാൻ ചുടുന്ന സമയത്ത് തന്നെ കല്ല് നന്നായിട്ട് ചൂടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുറച്ചൊന്ന് കളറ് ഡാർക്കായി പോയത്. അപ്പോൾ ഇനി ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയല്ല, നല്ല ലൈറ്റായിട്ട് തന്നെ നമുക്ക് അപ്പം ചുട്ടെടുക്കാൻ പറ്റും. ഇതിപ്പോൾ കണ്ടാൽ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇതിങ്ങനെ വായിലിട്ടാൽ അലിഞ്ഞു പോകും, അത്രക്കും സോഫ്റ്റാണ്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. ഇതിൽ നെയ്യും പഴമൊക്കെ ചേർത്തത് കാരണം കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇതിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല, ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ, ചായയുടെ കൂടെയൊക്കെ അങ്ങനെ കടിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ചിട്ട് യാതൊരു കറിയും വേണ്ട. രാവിലെയൊക്കെ വളരെ ഈസി ആയിട്ട് ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. കുട്ടികൾക്കും ലഞ്ച് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാം, അവർക്ക് നല്ല ഇഷ്ടമാകും. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതിപ്പോൾ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ നല്ല ലൈറ്റ് കളറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കരിഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ചുട്ടെടുക്കാം. വളരെ ഈസിയാണ് ചുട്ടെടുക്കാനായിട്ട്. വെറും 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു അപ്പം തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഇത് കണ്ടല്ലോ, ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് നിങ്ങളുടെ കമൻസ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനാബിൾ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാവുമ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.